നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം നഗരസഭയിൽ LDF സീറ്റ് വിഭജനം സംബന്ധിച്ച് അന്തിമ ധാരണ. 39 വാർഡുകളിൽ 37ഇടത്ത് CPM-ഉം 2ഇടത്ത് CPI-യും മത്സരിക്കും. സീറ്റ് വേണമെന്ന മറ്റ് ഘടകകക്ഷികളുടെ ആവശ്യം തള്ളി. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ UDF-ലെ സീറ്റ് തർക്കം പരിഹരിക്കാൻ ആയില്ല. 8 സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് ലീഗ്. UDF-ൽ സീറ്റ് ചോദിച്ച് CPM വിമതരും. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടത് വലത് മുന്നണികൾ. ശ്രീകൃഷ്ണപുരം മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി BJP. മാരായമംഗലത്ത് നടന്നുവന്ന ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. അവസാന ദിനം ആവേശം പകർന്ന് തിരുവാതിരക്കളിയും നാടൻപാട്ടും വഞ്ചിപ്പാട്ടും ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ. മണ്ണാർക്കാട് കരിമ്പയിൽ കാട്ടാനകളുടെ താണ്ഡവം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിച്ചു. വീട്ടുമുറ്റത്ത് വരെ എത്തി ആന ഭീതി പരത്തി. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം നഗരസഭയിലെ LDF-ൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് അന്തിമ ധാരണ. ആകെയുള്ള 39 വാർഡുകളിൽ 37ഇടത്ത് CPM-ഉം 2ഇടത്ത് CPI-യും മത്സരിക്കും. മയിലുംപുറം, കോലോത്തുകുന്ന് വാർഡുകളിലാണ് CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. മറ്റു വാർഡുകളിൽ മുഴുവൻ CPM-ഉം മത്സരിക്കും. അതിർത്തികൾ പുനർനിർണയിക്കപ്പെട്ടതോടെ വാർഡിന്റെ ക്രമനമ്പറുകൾ മാറിയെങ്കിലും അതേ പ്രദേശങ്ങളിൽ തന്നെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും CPI മത്സരിച്ചിരുന്നത്. ഇത്തവണ വർദ്ധിച്ച 3 വാർഡുകളും CPM ഏറ്റെടുക്കുകയായിരുന്നു. വാർഡുകൾ വർദ്ധിച്ചതിന്റെ പേരിൽ മുന്നണിയിലെ മറ്റു ചില ഘടകകക്ഷികൾ കൂടി മത്സരിക്കാൻ സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ തവണ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് മുന്നണിക്കുള്ളിൽ കലാപക്കൊടി ഉയർത്തി പിന്നീട് വഴങ്ങിയ CPI ഇത്തവണ പക്ഷേ 2ൽ തൃപ്തിപ്പെട്ടു. നിലവിലുള്ള 2 സീറ്റിനു പുറമെ 1 സീറ്റ് കൂടി CPI-യും ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴും തൽസ്ഥിതി തുടരാനായിരുന്നു അന്തിമ ധാരണ. മത്സരിക്കാൻ സീറ്റുകൾ ആവശ്യപ്പെട്ട് ഘടകകക്ഷികളുടെ നേതാക്കൾ CPM ജില്ലാ നേതൃത്വത്തെ സമീപിച്ചതായും വിവരമുണ്ട്. അതേസമയം CPM CPI സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. കോൺഗ്രസ് മെമ്പർഷിപ്പ് വേണമെന്ന് അലനല്ലൂർ പ്രാദേശിക നേതൃത്വത്തോട് ബാബു മൈക്രോടെക് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയതെന്ന് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്. ബാബു മത്സരിക്കാൻ തീരുമാനിച്ച അലനല്ലൂർ കണ്ണംകുണ്ട വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്നും അസീസ് ഭീമനാട് പറഞ്ഞു. പാർട്ടി അറിയാത്ത ഒരാളല്ല ബാബു മൈക്രോടെക്. അദ്ദേഹം KSU അംഗമായിരുന്നു. കുടുംബം പാരമ്പര്യമായി കോൺഗ്രസ് പാർട്ടി അംഗങ്ങളുമാണ്. കോൺഗ്രസ് മെമ്പർഷിപ്പ് വേണമെന്ന് അലനല്ലൂർ പ്രാദേശിക നേതൃത്വത്തോട് ബാബു ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകിയതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് പറഞ്ഞു. പെട്ടെന്നുണ്ടായ മനംമാറ്റത്തിന് കാരണം ഏതോ കോണിൽ നിന്നുണ്ടായ സമ്മർദ്ദമാവാമെന്നും അദ്ദേഹം പറഞ്ഞു. അലനല്ലൂർ പ്രാദേശിക നേതൃത്വവുമായി മൈക്രോടെക് ബാബു ബന്ധപ്പെടുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒരു മെമ്പർഷിപ്പ് വേണം എന്ന് പറഞ്ഞ് അവിടുത്തെ പ്രാദേശിക നേതൃത്വം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഞാനാണ്, എന്നെ അറിയിച്ചു. അങ്ങനെ മൈക്രോടെക് ബാബു വ്യാപാരി വ്യവസായയുടെ നേതാവാണ്, പഴയ KSU-കാരനാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു മെമ്പർഷിപ്പ് കൊടുക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മെമ്പർഷിപ്പ് ബ്ലോക്ക് ഓഫീസിൽ വെച്ചിട്ടാണ് നമ്മൾ മെമ്പർഷിപ്പ്. ഇപ്പോൾ ഈ വന്ന ആളുകളൊക്കെ ഇപ്പോൾ ഒരു ഏകദേശം ഞാൻ വന്നതിന് ശേഷം 200 ചില ആളുകൾ മണ്ണാർക്കാട് പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അതിന് ശേഷം. അപ്പോൾ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ്, അതായത് DC പ്രസിഡന്റ് വന്ന് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് DCC സെക്രട്ടറിമാർ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. വന്നു. വളരെ സന്തോഷത്തോടു കൂടി ചാനലിലൊക്കെ നിങ്ങൾ കണ്ടറിയാം. നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നു, അദ്ദേഹത്തെ ത്രിവർണ്ണ ഷാൾ അണിയിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് സ്വീകരിച്ചു. അതിൻ്റെ പുറമെ അദ്ദേഹം ഞങ്ങൾ അനുമോദിച്ച് സംസാരിച്ചു. മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തിപ്പെടുത്തേണ്ട ബാധ്യത ഓരോ ഇന്ത്യൻ പൗരനുണ്ട്. അതുകൊണ്ടാണ് ഞാനതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതെന്ന് പത്രക്കാരുടെ ചോദ്യത്തിനൊക്കെ കൃത്യമായി പറഞ്ഞതാണ്. അതിനുശേഷം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റൂമിലിരുന്നിട്ട് സെപ്പറേറ്റ് ഓരോ ചാനലുകൾ അദ്ദേഹത്തിന് അഭിമുഖം നടത്തിയതാണ്. അതൊക്കെ നിങ്ങൾക്ക് ചാനലിൽ അറിയാം. പിന്നെ അതിനുശേഷം എന്ത് ആണ് സംഭവിച്ചതെന്ന് അറിയില്ല. പിന്നെ അതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു വിഷയമൊന്നുമല്ല. ബാബു മത്സരിക്കാൻ തീരുമാനിച്ച അലനല്ലൂർ കണ്ണംകുണ്ട് വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും അസീസ് ഭീമനാട് പറഞ്ഞു. സംശയമൊന്നുമില്ല. കണ്ണംകുണ്ട് വാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ ജനാധിപത്യ മതേതര സ്വഭാവം നിലനിർത്തുന്ന ഒരു പ്രദേശം കൂടിയാണത്. അപ്പോൾ ആ പ്രദേശത്തിൽ അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കുക. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാവും. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാവും.
കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ UDF ധാരണയിലെ അസ്വാരസ്യം പരിഹരിക്കാൻ ആയില്ല. തർക്കമുണ്ടായിരുന്ന പൊറ്റശ്ശേരി ബാങ്ക് പ്രസിഡന്റ് പദവി 6 മാസം തങ്ങൾക്കെന്ന ലീഗും അത്തരം തീരുമാനം അറിയില്ലെന്ന് കോൺഗ്രസും. ഇതിനിടെ 8 സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട ലീഗും രാജിവെച്ച കോൺഗ്രസ് വിമതരും. UDFൽ സീറ്റ് ചോദിച്ച് ശശി അനുകൂല CPM വിമതരും ചേർന്ന് തദ്ദേശപ്പോര് രൂക്ഷമാണ് കാഞ്ഞിരപ്പുഴയിൽ. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ 2 വാർഡ് വർദ്ധിച്ച് 21 വാർഡായതിൽ 5 സീറ്റിൽ മത്സരിച്ചിരുന്ന ലീഗ് 8 സീറ്റാണ് ഇത്തവണ ആവശ്യപ്പെടുന്നത്. 2015-ൽ 17 സീറ്റുണ്ടായിരുന്ന കാലത്ത് ലീഗ് 6 സീറ്റിൽ മത്സരിച്ചു. 2010-ൽ 1 സീറ്റ് CPM വിമതന് നൽകി. ഇതാകട്ടെ തിരികെ ലഭിച്ചില്ല. നേരത്തെ UDF ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗവും ജനതാദളും മുന്നണി വിട്ടതോടെ അവരുടെ സീറ്റുകളും കോൺഗ്രസ് കൈവശം വെച്ചു. 17 വാർഡായിരുന്നപ്പോൾ 6 സീറ്റിൽ മത്സരിച്ച ലീഗ് 19 വാർഡായപ്പോൾ 5ലേക്ക് ചുരുങ്ങി. ഇത്തവണ 2 വാർഡ് വർദ്ധിച്ച് 21 വാർഡായതോടെ 8 സീറ്റിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ലെന്ന നിലപാടിലാണ് ലീഗ്. സമീപ പഞ്ചായത്തുകളിലെല്ലാം UDF ധാരണയായെങ്കിലും കാഞ്ഞിരപ്പുഴയിൽ ആദ്യഘട്ട ചർച്ച പോലും സാധിച്ചിട്ടില്ല. പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് പദവിയുമായി ബന്ധപ്പെട്ട് ലീഗും കോൺഗ്രസും തമ്മിലുള്ള തർക്കമാണ് സീറ്റ് വിഭജനം വഴിമുട്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇരുവിഭാഗത്തിൻ്റെയും ജില്ലാ നേതൃത്വം നടത്തിയ ചർച്ചയിൽ ജനുവരി മുതൽ 6 മാസം പ്രസിഡന്റ് പദവി ലീഗിന് നൽകാമെന്ന് ധാരണയായതായി ലീഗ് നേതാവ് CT അലി പറഞ്ഞു. എന്നാൽ ഇത്തരമൊരു നിർദ്ദേശം ഇതുവരെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും ജില്ലാ നേതൃത്വം എടുക്കുന്ന ഏത് നിർദ്ദേശവും അംഗീകരിക്കുമെന്നും മണ്ഡലം പ്രസിഡന്റ് അറിയിച്ചു. ആദ്യഘട്ട ചർച്ച വ്യാഴാഴ്ച നടക്കും. അതേസമയം കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി AV മുസ്തഫ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ബേബി കണ്ടത്തിക്കുടി പഞ്ചായത്തിലേക്കും സ്വതന്ത്രരായി മത്സരിക്കുമെന്ന് വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ശശി അനുകൂല CPM വിമതർ 3 സീറ്റാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1 സീറ്റ് നൽകണം. ലീഗുമായി ധാരണയിലെത്താനായില്ലെങ്കിൽ കോൺഗ്രസ് വിമതരുമായി ചേർന്ന് ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തും. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ ഇടതു സ്ഥാനാർത്ഥികളായി. 14 വാർഡുകളിലും CPM സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. CPIക്ക് ഇത്തവണയും സീറ്റ് നൽകിയിട്ടില്ല. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ CPM സ്ഥാനാർത്ഥികൾ തീരുമാനമായി. വാർഡ് 1 കാന്തള്ളൂരിൽ M രാജഗോപാലൻ, വാർഡ് 2 ചാമക്കുന്നിൽ K നന്ദിനി ടീച്ചർ, വാർഡ് 3 വടക്കൻ വെള്ളിനേഴിയിൽ P രാജി, വാർഡ് 4 കുറുവട്ടൂരിൽ C പത്മപ്രിയ, വാർഡ് 5 കുറ്റാനിശ്ശേരിയിൽ K ദീപ, വാർഡ് 6 മുറിയങ്കണ്ണിയിൽ രമാദേവി N, വാർഡ് 7 കല്ലുംപുറത്ത് സ്വതന്ത്രയായി K രാജശ്രീ, വാർഡ് 8 തിരുനാരായണപുരം P നിത്യ, വാർഡ് 9 അങ്ങാടിക്കുളം M രാജാമണി, വാർഡ് 10 തിരുവാഴിയോട് M ജ്യോതിഷ്, വാർഡ് 11 കുളക്കാട് C ജയപ്രകാശൻ, വാർഡ് 12 അടയ്ക്കാപ്പത്തൂർ KT ഉണ്ണികൃഷ്ണൻ, വാർഡ് 13 ഞാളാകുറിശി V പ്രജീഷ് കുമാർ, വാർഡ് 14 വെള്ളിനേഴി A സുരേഷ് കുമാർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. CPIക്ക് പഞ്ചായത്തിൽ ഇത്തവണയും സീറ്റ് നൽകിയിട്ടില്ല. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 2-4 വാർഡുകളിൽ UDF സ്വതന്ത്രരാണ് മത്സരിക്കുക. നിലവിലെ ഭരണസമിതിയിൽ സ്വതന്ത്രനായിരുന്ന K കോയ സ്വതന്ത്രനായി ഇത്തവണയും മത്സരിക്കും. 2-4 വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ബാക്കിയുള്ള വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമാണ് ശ്രീകൃഷ്ണപുരത്ത് മത്സരിക്കുക. 6 മുൻ മെമ്പർമാർ വീണ്ടും മത്സരരംഗത്തുണ്ട്. വാർഡ് 1 വലമ്പലിമംഗലം വെസ്റ്റ് വിനോജ് രാമൻ, വാർഡ് 2 ഈശ്വരമംഗലം K കോയ, വാർഡ് 3 ഷെഡ്ഡുംകുന്ന് രോഹിണി മാടമ്പി, 4 കാഞ്ഞിരമ്പാറ ഉണ്ണിമായ, 5 മണ്ണമ്പറ്റ സിന്ധു ടീച്ചർ, 6 കുളക്കാട്ടുകുറിശി K രാജൻ, 7 പൂഴിയപ്പറമ്പ് VN കൃഷ്ണൻ, 8 പുന്നാമ്പറമ്പ് കവിത മനോജ്, 9 പുഞ്ചപ്പാടം K ശാലിനി, 10 തലയണക്കാട് മണികണ്ഠൻ, 11 പാർത്തല ഷീന, 12 മംഗലാംകുന്ന് K രാമകൃഷ്ണൻ, 13 രാഗം കോർണർ P ഗിരീശൻ, 14 ശ്രീകൃഷ്ണപുരം K സരിത, 15 പെരുമാങ്ങോട് വിജയകുമാരി, 16 വലമ്പലിമംഗലം ഈസ്റ്റ് മണികണ്ഠൻ പാലാങ്കുഴി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. പഞ്ചായത്തിൻ്റെ വികസനത്തിനായി നയരേഖ പ്രഖ്യാപിക്കുമെന്നും മണ്ഡലം പ്രസിഡന്റ് ചിങ്ങനേഴി ഭാസ്കരൻ, 1-ാം വാർഡ് സ്ഥാനാർത്ഥി വിനോജ് രാമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തീർച്ചയായും ശ്രീകൃഷ്ണപുരത്ത് ഒരു ഭരണമാറ്റവും അതുപോലെ തന്നെ വികസനം എന്ന് പറയുന്നത് ഒരു വ്യക്തതയോടെ നാളേക്കുള്ള കരുതലായി കാണത്തക്ക വിധത്തിലുള്ള ഫണ്ട് നീക്കിവെക്കുന്നത്, പദ്ധതികൾക്ക് വേണ്ടി ഫണ്ട് നീക്കിവെക്കുന്നു, ചെലവഴിക്കുന്നു വെച്ചാൽ കാണുന്ന ദൃശ്യവെക്കുന്ന നാളേക്കുള്ള കരുതലായിട്ടുള്ള വികസന പ്രക്രിയകൾ ശ്രീകൃഷ്ണപുരത്ത് നടന്നിട്ടില്ല എന്നത് ഒരു വസ്തുതയാണെന്നിരിക്കെ അത്തരത്തിലുള്ള ഒരു വികസന പ്രക്രിയയ്ക്ക് ഒരു ബദലുമായി ഞങ്ങൾ മുന്നോട്ട് വരികയാണ്. ഈ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ അത്തരത്തിലുള്ള ഞങ്ങളുടെ നയരേഖ ഞങ്ങൾ പുറത്തുവിടുന്നുണ്ട്.
എന്തെല്ലാം ശ്രീകൃഷ്ണപുരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ കഴിഞ്ഞ 30 വർഷം നടന്നിട്ടുണ്ട്. ഭരണത്തിൽ ഒരു മേഖലയിലും, കാർഷിക മേഖലയാകട്ടെ, ചെറുകിട വ്യാവസായിക മേഖലയാകട്ടെ, തൊഴിൽ രംഗങ്ങളാകട്ടെ, അവിടെ ഒന്നും സാരമായ ഒരു പുരോഗതി ചൂണ്ടിക്കാണിക്കാവുന്നത് ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം CPM ഏരിയ സെക്രട്ടറി K ജയദേവൻ നടത്തി. 15 വാർഡുകളിൽ CPM-ഉം 1 വാർഡിൽ CPI-യുമാണ് മത്സരിക്കുക. CPIM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയുമായിരുന്ന CN ശങ്കരനാരായണൻ അനുസ്മരണത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. K പ്രേംകുമാർ MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം P അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. അനുസ്മരണ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ശ്രീധരൻ, M മോഹനൻ, K രാമചന്ദ്രൻ, MC വാസുദേവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള LDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഏരിയ സെക്രട്ടറി K ജയദേവൻ നടത്തി. ഏരിയ കമ്മിറ്റി അംഗം B രാജേഷ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. വാർഡ് 4-ൽ CPI-യും മറ്റ് 15 വാർഡുകളിൽ CPM സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത്. വാർഡ് 1 വലമ്പിലിമംഗലം VC ഉണ്ണികൃഷ്ണൻ, 2 ഈശ്വരമംഗലം MK ദ്വാരകാനാഥൻ, ഷെഡ്കുന്ന് ലതാ സുരേഷ്, 4 കാഞ്ഞിരമ്പാറ MN ദൃശ്യ, 5 മണ്ണമ്പറ്റ KK ലിനി, 6 കുളക്കാട്ടുകുറിശി P അരവിന്ദാക്ഷൻ, 7 പൂഴിയമ്പറമ്പ് C ഓമന, 8 പുന്നാമ്പറമ്പ് C വിദ്യാലക്ഷ്മി, 9 പുഞ്ചപ്പാടം TT വിജയകൃഷ്ണ, 10 തലയിണക്കാട് CP ശിവൻ, 11 പാർത്തല P ശ്രീരമ്യ, 12 മംഗലാംകുന്ന് KV ഗോപാലൻകുട്ടി, 13 രാഗം കോർണർ C സുജിത്ത്, 14 ശ്രീകൃഷ്ണപുരം അരുണ M, 15 പെരുമാങ്ങോട് P രജനി, 16 വലമ്പിലിമംഗലം ഈസ്റ്റ് K ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾ ആയി മത്സരിക്കുക. ശ്രീകൃഷ്ണപുരം മണ്ഡലത്തിലെ 5 ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി BJP. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷനും BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിലെ കടമ്പഴിപ്പുറം, പൂക്കോട്ടുകാവ്, ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തുകളിലെ 88 വാർഡുകളിലേക്കും ബ്ലോക്ക്, ജില്ലാ ഡിവിഷനുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെയാണ് BJP പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥികളെ സംസ്ഥാന സമിതി അംഗം MP മുരളീധരൻ ഷാൾ അണിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് K നിഷാദ് അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് P സത്യഭാമ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിജയൻ മലയിൽ, N സച്ചിദാനന്ദൻ, V മുരളി, M കൃഷ്ണനുണ്ണി, രവി കമ്പപ്പറമ്പിൽ, രാംകുമാർ എന്നിവർ സംസാരിച്ചു. വേണ്ടി വന്നാൽ ഒറ്റയ്ക്കെന്ന് പ്രഖ്യാപിച്ച CPI-യെ അലനല്ലൂരിൽ തളയ്ക്കുവാൻ മുദ്രപത്രമെന്ന ഒറ്റമൂലിയുമായി ഇടതു മുന്നണി. കോട്ടപ്പാടത്ത് CPI-ക്ക് 2 വാർഡുകൾ ലഭിച്ചെങ്കിലും കഴിഞ്ഞ തവണ ലഭിച്ച 3 സീറ്റെങ്കിലും ലഭിക്കാതെ പിന്നോട്ടില്ലെന്ന് പ്രാദേശിക നേതൃത്വം. CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA-യെയും CPI-യിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം പൊറ്റശ്ശേരി മണികണ്ഠനെയും പ്രശ്നപരിഹാരത്തിന് നിയോഗിച്ചിരുന്നു. 23 വാർഡായിരുന്ന അലനല്ലൂർ പഞ്ചായത്തിൽ 1 വാർഡ് വർദ്ധിച്ച് 24 ആയ സാഹചര്യത്തിൽ 4 വാർഡിൽ മത്സരിച്ചിരുന്ന CPI 5 വാർഡാണ് ഇത്തവണ ആവശ്യപ്പെട്ടത്. ഇതിൽ പഞ്ചായത്ത് 9 വാർഡായിരുന്നപ്പോൾ പോലും CPI മത്സരിച്ചിരുന്ന പെരുമ്പടാരി വാർഡിനെ ചൊല്ലിയായിരുന്നു തർക്കം. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വാർഡ് CPI-ക്ക് നൽകാമെന്ന് മുദ്രപത്രത്തിൽ കരാറാക്കിയാണ് CPI-യെ അടക്കിയത്. പെരുമ്പടാരിക്ക് പകരം ഇത്തവണ കാട്ടുകുളം നൽകി. കോട്ടപ്പാടം പഞ്ചായത്തിൽ 2 വാർഡുകൾ വർദ്ധിച്ച് 24 ആയ സാഹചര്യത്തിൽ നേരത്തെ മത്സരിച്ച 3 വാർഡിനു പുറമെ ഒരെണ്ണം കൂടി നൽകണമെന്നായിരുന്നു CPI-യുടെ ആവശ്യം. കഴിഞ്ഞ തവണ CPI സ്വതന്ത്രൻ വിജയിച്ച 2ാം വാർഡ് വിഭജിച്ച് 22 ആക്കിയിരുന്നു. ഈ വാർഡടക്കം 4 വാർഡുകളാണ് ആവശ്യപ്പെട്ടത്. 22ാം വാർഡ് നൽകാൻ ഇപ്പോഴും CPM തയ്യാറല്ല. ആര്യമ്പാവും തിരുവിഴാങ്കുന്നും CPI-ക്ക് നൽകി. ഇനി 22-ന് പകരം 10ാം വാർഡ് നൽകിയാലും ധാരണയിലെത്താൻ CPI തയ്യാറാവും. വരും ദിവസങ്ങളിലെ മാരത്തൺ ചർച്ചകൾക്ക് ശേഷം 16-ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാവുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. P മമ്മിക്കുട്ടി MLA ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. CPM ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് മുനിസിപ്പൽ LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. P മമ്മിക്കുട്ടി MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ ശക്തമായ പോരാട്ടം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു. രാഷ്ട്രീയ കലാബലത്തിൻ്റെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന
കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഇടതുപക്ഷക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമരമാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് സ്ഥാനാർത്ഥികളുമായിട്ട് പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ബിന്ദുവാണ്. അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിത്വ പ്രവർത്തകർ. അപ്പോൾ ഈ യുദ്ധഭൂമിയിൽ പട്ടാളക്കാരെ ഇറക്കുന്ന പോലെ ശത്രു സൈന്യത്തിന്റെ ഏത് ആക്രമണം വന്നാലും അതിനെ പ്രതിരോധിക്കാനും ഇടിച്ചു കയറി അവരെ കീഴ്പ്പെടുത്താനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. കയ്യിൽ തോക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നിലയിൽ ഓരോരുത്തരും ഒരു പട്ടാളക്കാരനായിട്ട് ഒരു സൈന്യാധിപനായിട്ട് അതാത് പ്രദേശത്ത് നിയോഗിക്കപ്പെട്ട പ്രദേശത്ത് മാറും എന്നാണ് പൊതുവായി പറയുന്നത്. CPM ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ, നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, MC ജു, മറ്റ് ഘടകകക്ഷി നേതാക്കൾ, സ്ഥാനാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തലും നടന്നു. യുദ്ധഭൂമിയിലെ യോദ്ധാവിനെ പോലെയാണ് ഇടതു സ്ഥാനാർത്ഥികളെന്ന് MLA പറഞ്ഞു. മണ്ണാർക്കാട് കരിമ്പ 3 ഏക്കർ ഇടപ്പറമ്പിൽ വീട്ടുവളപ്പിൽ വിളങ്ങി നിന്നിരുന്ന കാർഷിക വിളകൾ കാട്ടാന നശിപ്പിച്ചു. മണ്ണാപ്പറമ്പിൽ തോമസിന്റെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന കാർഷിക വിളകളാണ് വ്യാഴാഴ്ച പുലർച്ചെ കാട്ടാന നശിപ്പിച്ചത്. 3 ഏക്കർ കരിമല റോഡിനോട് ചേർന്ന കരിയട്ടി ഭാഗത്തുള്ള വാഴത്തോട്ടത്തിൽ നിന്നും വാഴകൾ നശിപ്പിച്ച ശേഷമാണ് പുരയിടത്തിലെ വേലി തകർത്ത് ആന വീട്ടുമുറ്റത്തെത്തിയത്. മരച്ചീനി, വാഴ, തെങ്ങ്, കവുങ്ങ് എന്നിവ മറിച്ചിട്ട് തിന്നുകയായിരുന്നു. ഒച്ച കേട്ട് വീട്ടുകാർ ഉണർന്ന് ബഹളം കൂട്ടിയതോടെ കൊമ്പൻ കൂമൻകുണ്ട് ഭാഗത്തേക്ക് പോയി. വിളകൾ നശിപ്പിക്കുന്ന അക്രമകാരികളായ 2 കൊമ്പനാനകളാണ് 3 ഏക്കറിലുള്ളത്. ഇവരെ പൂർണ്ണമായും തുരത്താനുള്ള നടപടി വേണമെന്നുള്ളത് നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ്. കാട്ടാന ശല്യത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനെയും ഹൈക്കോടതിയെയും സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. തിരുവേഗപ്പുറയിൽ മോഷണ പരമ്പര. തിരുവേഗപ്പുറ UP സ്കൂൾ, നരിപ്പറമ്പ് ഭാരത് പെട്രോളിയം കമ്പനിയുടെ പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. സ്കൂളിൽ നിന്നും ഓഫീസ് റൂം വാതിൽ കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 7000-ഓളം രൂപ നഷ്ടമായെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. പെട്രോൾ പമ്പിൽ നിന്നും 1000 രൂപയും CCTV ഹാർഡ് ഡിസ്കും കൊണ്ടുപോയി. രാവിലെ കലോത്സവത്തിന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി ടീച്ചർ എത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കൊപ്പം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം കൈപ്പുറം ചിനവതിക്കാവ് ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു. അവിടത്തെയും CCTV ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയിരുന്നു. തുടർച്ചയായുള്ള മോഷണം പ്രദേശത്തുകാരെ ആശങ്കയിലാക്കുന്നുണ്ട്. രാത്രി ഉൾപ്പെടെ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ ഇവിടെ ഒരു 10-10:30 ഇവിടുന്ന് ഞങ്ങളിത് ലോക്ക് ചെയ്ത് പോയിരിക്കുന്നത്. അതിന്റെ ശേഷം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ച് വൈകിട്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതുവരെയൊക്കെ ഇവിടെ ആളുകളും സഞ്ചാരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോ അങ്ങനെ കൃത്യമായിട്ട്, പിന്നെ നമ്മളാരും ഇവിടെ ഇല്ലല്ലോ, CCTV ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സമയം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനിയിപ്പോ നമുക്കൊരു തെളിവ് എന്നുള്ള നിലയ്ക്ക് തെളിവ് കിട്ടാനും പാകില്ലാത്ത അവസ്ഥയാണ്. ഇവിടുത്തെ DVRും മറ്റേ ഇലക്ട്രോണിക് സിസ്റ്റത്തിന്റെ അതൊക്കെ അവർ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ രസം. ഇത് കള്ളന്മാര് സാധാ കള്ളന്മാരല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം വിദഗ്ധരാണ്. നമുക്ക് CCTV എന്നുള്ള നിലയ്ക്ക് CCTV പരിശോധിക്കാലോ, പക്ഷെ അത് പരിശോധിക്കാനും കൂടി പറ്റാത്ത സ്ഥിതിയിൽ അതിന്റെ DVR ഒക്കെ എടുത്ത് പോയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു തെളിവും കൂടി നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഇപ്പൊ നിലവിലുണ്ട്. ക്യാഷ് നമുക്കിപ്പോ പറയാൻ മാത്രം ക്യാഷുകളൊന്നും പോയിട്ടില്ല. നമ്മൾ അപ്ഡേറ്റ് ആയി കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഡെയിലി ഉള്ള ക്യാഷുകൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോക്കാണ്, ഇവിടെ സ്റ്റോർ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ സ്ഥലത്തും ഇപ്പൊ ഇത് നിരന്തരമായിട്ട് നമ്മൾ അനുഭവപ്പെടുന്ന അനുഭവത്തിൽ വെച്ചുകൊണ്ട് ക്യാഷ് ഇവിടെ വെക്കാറില്ല. കുറച്ച് ചില്ലറ ഒരു 10,000 രൂപയുടെ അടുത്തുള്ള ചില്ലറ ഇവിടുന്ന് പോയി. രാവിലെ കലോത്സവത്തിന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടീച്ചർമാർക്ക് 6:15 ഡ്യൂട്ടി പറഞ്ഞിരുന്നത്. അപ്പൊ അതിനു വേണ്ടി വന്ന ടീച്ചേഴ്സാണ് ഇത് കണ്ടത്. അപ്പൊ അങ്ങനെ അവര് വിളിച്ചിട്ട് ഞാൻ അറിഞ്ഞു. സാധനങ്ങളുടെ കാര്യം ഒന്നും പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു ബസ് ഫീസിന്റെ ഇനത്തിൽ ഒരു 7000 പരം രൂപ ഒരു ടീച്ചറിന്റെ മേശയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആരും കയറി നോക്കിയിട്ടില്ല, ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഒരു അലമാര പോലും പൊളിക്കാത്തത് ബാക്കിയില്ല. അധ്യാപകരുടെ മെയിൻ രേഖയായ സേവന പുസ്തകത്തിന്റെ അലമാരയും പിന്നെ അങ്ങനെ കമ്പ്യൂട്ടറിന്റെ അലമാര എല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ പുസ്തകങ്ങൾക്കൊന്നും കാര്യമായിട്ട് വലിയൊരു കേടുപാട് പറ്റിയതായിട്ട് ഒറ്റനോട്ടത്തിൽ തോന്നുന്നില്ല. ഇനി അത് കറക്റ്റായിട്ട് നോക്കണമെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറി
നമ്മൾ നോക്കിങ്ങനെ വേണം. പക്ഷെ അത് തൊടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വലിയൊരു പുസ്തകങ്ങൾക്കൊന്നും വലിയ കേടുപാട് പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം ഒരു 50 SB ഉള്ള ഒരു സ്കൂളാണ്. അതുപോലെ ഒരുപാട് രേഖകളുണ്ട്. അത് എത്ര കണ്ട് ഇതിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഓരോന്നെടുത്ത് ചെക്ക് ചെയ്യേണ്ടി തന്നെ വരും. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി K. രാജേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ CITUവിൻ്റെ ഒറ്റപ്പാലം മുനിസിപ്പൽ കൺവെൻഷനാണ് AKG മന്ദിരത്തിൽ വെച്ച് നടന്നത്. ഏരിയ സെക്രട്ടറി K. രാജേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ തനത് വരുമാനത്തിൽ നിന്നും ഒരു ചെറിയ സംഖ്യ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൂലിയായി നിങ്ങൾ പണിയെടുത്തതിന്റെ വിഹിതമായി നൽകുക എന്നുള്ളതാണ്. അതിപ്പോ ഒരു ഗഡു കൂടി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. പലർക്കും കയറി കഴിഞ്ഞു. അത് കയറാത്ത അക്കൗണ്ടിലേക്ക് വരാത്ത ആളുകൾക്ക് ഇന്നും നാളെയുമായി വരാൻ വേണ്ടി പോവാണ്. ആ നിലയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജീവിതത്തെ ഇത്ര കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് അതിലിടപെട്ട ഒരു ഭരണസമിതി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും, ഉണ്ടായിട്ടില്ല. ഈ ഭരണസമിതിയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ ചേർത്ത് പിടിച്ച ഭരണസമിതി എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. യൂണിയൻ സെക്രട്ടറി T. ലത അധ്യക്ഷയായി. പ്രസിഡന്റ് K. അജിത, പാലപ്പുറം ലോക്കൽ സെക്രട്ടറി C. മാധവൻ, U. രുക്മണി തുടങ്ങിയവർ പങ്കെടുത്തു. വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിൽ വാഹനമിടിച്ച് അപകടം. ഗേറ്റിന് തകരാർ സംഭവിച്ചു. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പട്ടാമ്പി ചെർപ്പളശ്ശേരി പാതയിലെ വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിൽ വ്യാഴാഴ്ച രാവിലെയാണ് പിക്കപ്പ് വാനിടിച്ച് അപകടം സംഭവിച്ചത്. ട്രെയിൻ കടന്നുപോകാനായി ഗേറ്റ് അടയ്ക്കുന്നതിനിടെയാണ് പിക്കപ്പ് വാൻ ഗേറ്റിന് മുകളിൽ ഇടിച്ചത്. തുടർന്ന് ഗേറ്റിൻ്റെ പ്രവർത്തനം തകരാറിലായി. ഗേറ്റ് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സംഭവിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ഷൊർണൂരിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തിയാണ് ഗേറ്റിൻ്റെ തകരാർ പരിഹരിച്ചത്. ഇതിനായി 2 മണിക്കൂറോളം പാതയിൽ ഗതാഗത നിയന്ത്രണമുണ്ടായി. ഗേറ്റിൻ്റെ തകരാർ പരിഹരിച്ചാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദി ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരം എരവിമംഗലം മുണ്ടേക്കാട് കൃഷ്ണൻ നമ്പൂതിരിക്ക് സമർപ്പിച്ചു. രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണിയാണ് പുരസ്കാരം സമർപ്പിച്ചത്. നജീബ് കാന്തപുരം MLA പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുണ്ടേക്കാട് കൃഷ്ണൻ നമ്പൂതിരിക്ക് അദ്ദേഹത്തിന്റെ 84ാം പിറന്നാൾ ദിനത്തിൽ മലബാർ സൗഹൃദവേദിയുടെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. എരവിമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ശ്രീ ശരവണ ഹാളിൽ നടന്ന ചടങ്ങിൽ രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി പുരസ്കാരം സമർപ്പിച്ചു. മുണ്ടേക്കാട് കൃഷ്ണൻ നമ്പൂതിരി സമർപ്പണത്തിലൂടെയും കർമ്മങ്ങളിലൂടെയും ജീവിച്ച വ്യക്തിത്വമാണെന്ന് മണ്ണൂർ രാജകുമാരനുണ്ണി പറഞ്ഞു. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, ഡിവോഷൻ, ഇതെന്താ ലതാ മങ്കേഷ്കർ പറയാൻ കാരണം? ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, അങ്ങ് ലോകപ്രശസ്തയായിട്ടുള്ള ഗായികയാണ്, ഇത്രയും ഉയരത്തിലെത്താൻ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ലതാ മങ്കേഷ്കർ പറഞ്ഞതാണ്, അതിന് കാരണം 3 D ആണ്. ഡി ഡി ഡെഡിക്കേഷൻ, ഡിവോഷൻ, ഡിറ്റർമിനേഷൻ. ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയുന്നു, ധൈര്യമായിട്ട് പറയുന്നു, ഈ 3 D അദ്ദേഹം എന്നോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയെന്നോ രാവും പകരം. തീർച്ചയായിട്ടും ആ ഒരൊറ്റ ക്വാളിറ്റിയാണ് അദ്ദേഹത്തിന് നമ്മൾ ഇത്രയും ബഹുമാനിക്കാനും അദ്ദേഹത്തിൻ്റെ മഹത്തായിട്ടുള്ള സംഭാവനകൾ നമുക്ക് കിട്ടാനും കാരണം എന്നാണ് ഇത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിയിൽ എന്താണെന്ന് പറഞ്ഞാൽ കൾച്ചർ, സംസ്കാരം എളുപ്പമായിട്ടുള്ള ടേം അല്ല. അത് വളരെ വളരെ പൂർവജന്മ പുണ്യം കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ് സംസ്കാരം. മുണ്ടേക്കാട് കൃഷ്ണൻ നമ്പൂതിരി രചിച്ച ഭഗവത്ഗീത വ്യാഖ്യാന പുസ്തകമായ മധുരം മധുരമീ ഹൃദയതാളം ചടങ്ങിൽ പെരിന്തൽമണ്ണയിലെ മുതിർന്ന ഡോക്ടർ രാംദാസ് പ്രൊഫസർ ജീജയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. പുരസ്കാര സമർപ്പണ ചടങ്ങ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോഴുള്ളത്. നമ്മൾക്ക് എല്ലാവർക്കും എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്ന ഒരു ലോകമാണ്. നമ്മളുടെ കർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മളുടെ ഫലങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ലോകത്ത് കർമ്മങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച ഒരു മനുഷ്യനെയാണ് നമ്മൾ ആദരിച്ചത് എന്നതാണ് ഈ ഒരു ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് സർഗാത്മകതയുള്ള മനുഷ്യർ നമുക്കിടയിലുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ വളരെ പ്രധാനമാണ്.
അമൃതം ആയുർവേദ ആശുപത്രി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി കൃഷ്ണദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ കെ സുബ്രഹ്മണ്യൻ, കെ പി ഹുസൈൻ റിയാസ്, സാമൂഹ്യ പ്രവർത്തകർ കെ ആർ രവി, മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, ബിജുമോൻ പന്തിരുകുലം, ലേഖ എം നമ്പൂതിരി, വി എ രാജൻ എഴക്കാട്, മുരളീധരൻ മുണ്ടേക്കാട്, സാഹിത്യകാരി ശാലിനി മുരളി, ഗോപൻ എഴക്കാട്, ദിലീപ് പൊൽപ്പാക്കര, മണികണ്ഠൻ കൊളത്തൂർ, അനിയൻ പെരുമന, ഇന്ദുശ്രീ എരവിമംഗലം, ദാമോദരൻ പേരങ്ങാട്ടുമന, ഡോക്ടർ ബാബു മുണ്ടേക്കാട്, ഡോക്ടർ ഷീബ കൃഷ്ണദാസ്, ഇ എം നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. ജൈവ കർഷകൻ, വിവരാവകാശ പ്രവർത്തകൻ, എഴുത്തുകാരൻ, ഭാഗവത യജ്ഞാചാര്യൻ, എനർജി ഹീലിംഗ് പ്രചാരകൻ എന്നീ നിലകളിലെല്ലാം മുണ്ടേക്കാട് കൃഷ്ണൻ നമ്പൂതിരി പ്രശസ്തനാണ്. പുരസ്കാര സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കൃഷ്ണൻ നമ്പൂതിരിയുടെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ എത്തിയിരുന്നു. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഷൊർണൂർ ഉപജില്ലാ കലോത്സവം സമാപിച്ചു. അവസാന ദിവസം തിരുവാതിരക്കളിയും നാടൻപാട്ടും ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണ് നടന്നത്. ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ 4ാം ദിവസമായ വ്യാഴാഴ്ച കലാ ആസ്വാദകർക്ക് വിരുന്നായത് തിരുവാതിര മത്സരമാണ്. UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുള്ള തിരുവാതിരക്കളി മത്സരം വലിയ ആവേശത്തോടെയാണ് കാണികൾ ഏറ്റെടുത്തത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ നാടൻപാട്ട്, വഞ്ചിപ്പാട്ട് മത്സരങ്ങളും ആവേശമായി. വിവിധ വേദികളിലായി കഥാപ്രസംഗം, നാടകം, ഇംഗ്ലീഷ് സ്കിറ്റ്, അറബി ഗാനം, മോണോ ആക്ട് തുടങ്ങിയ മത്സരങ്ങളും അരങ്ങേറി. 4 ദിവസങ്ങളിലായി നടന്നുവന്ന കലോത്സവം വ്യാഴാഴ്ച രാത്രിയോടെ സമാപിച്ചു. NDA ഒറ്റപ്പാലം നഗരസഭയിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആദ്യഘട്ട സ്ഥാനാർത്ഥികളെയും യോഗത്തിൽ പ്രഖ്യാപിച്ചു. NDA സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടികയാണ് പ്രഖ്യാപിച്ചത്.
വ്യാപാരി ഭവനിൽ നടന്ന കൺവെൻഷൻ BJP സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നഗരസഭയിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന മഹത്തരമായിട്ടുള്ള ചടങ്ങാണ്. ഈ ചടങ്ങ് യാതൊരു സംശയവും വേണ്ട, ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെടും. ഇക്കഴിഞ്ഞ ആണ്ടുകൾ വികസന വിരോധികളായിട്ടുള്ള ഇടതിന്റെയും വലതിന്റെയും തടവറയിൽ കിടന്ന് വീർപ്പുമുട്ടിയ ഈ ഒറ്റപ്പാലം ജനതയെ മോചിപ്പിക്കാനുള്ള ഒരു വിമോചന പോരാട്ടമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഭാരതീയ ജനതാ പാർട്ടി നോക്കിക്കാണുന്നത്. 2010 രൂപീകൃതമായതാണ് ഒറ്റപ്പാലം നഗരസഭ. 25 വർഷം പിന്നിട്ട് കഴിഞ്ഞു. അപ്പൊ ഒരു ജീവപര്യന്തം തടവ് നമ്മൾ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഇടതിന്റെയും വലതിന്റെയും ഈ കാരാഗൃഹത്തിൽ നിന്നും ഒറ്റപ്പാലത്തെ മോചിപ്പിക്കാനുള്ള ഒരു പോരാട്ടമായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ഭാരതീയ ജനതാ പാർട്ടി നോക്കിക്കാണുന്നത്. 30 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 1 അനങ്ങന്മല K ശാന്തകുമാരി, 2 വരോട് U ശിവദാസൻ, 3 ചേരിക്കുന്ന് ബാലാമണി, 7 മുനിസിപ്പാലിറ്റി P സഞ്ജുമോൻ, 8 പാലാട്ട് റോഡ് KP പ്രേമവതി, 9 കോലോത്തുകുന്ന് NP അനീഷ്, 11 പൂളക്കുണ്ട് TA പ്രസാദ്, 14 GJB സ്കൂൾ S ഗംഗാധരൻ, 15 തെരുവ് പാലപ്പുറം R മണികണ്ഠൻ, 16 അഴീക്കലപ്പറമ്പ് അനിത ശിവദാസ്, 17 ചിനക്കത്തൂർക്കാവ് S പാർവതി, 18 ആപ്പേപ്പുറം C പ്രസീത, 20 പെരുങ്കുളം M സൗമ്യ മണികണ്ഠൻ, 21 വല്ലൻചിറ A അനീത, 23 കേന്ദ്രീയ വിദ്യാലയം KP കൃഷ്ണകുമാർ, 24 എറക്കോട്രി KP ജയന്തി, 25 മീറ്റ്ന MK രാജശേഖരൻ, 26 പോസ്റ്റൽ ക്വാർട്ടേഴ്സ് സുമേഷ് ചീരാത്തൊടി, 28 റെയിൽവേ സ്റ്റേഷൻ RV അനിൽകുമാർ, 29 കണ്ണിയമ്പുറം തെരുവ് KP പ്രേമലത, 30 കണ്ണിയമ്പുറം കിള്ളിക്കാവ് ഹർഷ ഭാസ്കരൻ, 31 കണ്ണിയമ്പുറം വായനശാല സുരേഷ് കോണിക്കൽ, 32 തെന്നടി ബസാർ A സരൂപ്, 33 പോസ്റ്റ് ഓഫീസ് തോട്ടക്കര TK ജയശങ്കർ, 34 കുമ്മാപ്പാറ CK സൂരജ്, 35 അമൃത സ്കൂൾ KK അജീഷ്, 36 പനമണ്ണ വട്ടനാൽ K വിനീത മണികണ്ഠൻ, 37 പനമണ്ണ സൗത്ത് S അർച്ചന, 38 വീട്ടാമ്പാറ M അജീഷ്, 39 കോലോത്തുപറമ്പ് K സജിത എന്നിവരെയാണ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി അധ്യക്ഷനായി. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ മുഖ്യപ്രസംഗം നടത്തി. മേഖലാ സെക്രട്ടറി T ശങ്കരൻകുട്ടി, BDJS ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അനിൽരാജ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രശ്മി ബൈജു, P സത്യഭാമ, നേതാക്കളായ പ്രമോദ് കുമാർ, സരൂപ്, കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷത്തെ ഗാന്ധി ദർശൻ മലപ്പുറം ജില്ലാ കലോത്സവം ആനമങ്ങാട് AUP സ്കൂളിൽ നടക്കും. കലോത്സവത്തിന്റെ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. ലോക ഡയബറ്റിക് ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ഡയബറ്റിക് വിഷൻ കെയർ ക്യാമ്പ് സംഘടിപ്പിച്ചു. നവംബർ ആദ്യവാരത്തിലാണ് പെരിന്തൽമണ്ണ ഉപജില്ലയിലെ ആനമങ്ങാട് AUP സ്കൂളിൽ മലപ്പുറം ജില്ലാ ഗാന്ധി ദർശൻ കലോത്സവം നടക്കുന്നത്. ജില്ലയിലെ 17 ഉപജില്ലകളിൽ നിന്നായി 700-ലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. കലോത്സവത്തിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് EP അയ്യൂബ് ചെയർമാനും പ്രധാനാധ്യാപിക NP റിത കൺവീനറും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞിമൊയ്തു ട്രഷററും ആയ 101 അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു. സംഘാടക സമിതി രൂപീകരണ യോഗം ഗാന്ധി ദർശൻ ജില്ലാ കൺവീനർ PK നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. EP അയ്യൂബ് അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞിമൊയ്തു, C ബാലസുബ്രഹ്മണ്യൻ, ജില്ലാ വൈസ് ചെയർമാൻ NP മുരളി, P രാജേഷ്, NP റിത, N പീതാംബരൻ, PP കുഞ്ഞിരാമൻ, K സുധീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലം നഗരസഭയിൽ LDF സീറ്റ് വിഭജനം സംബന്ധിച്ച് അന്തിമ ധാരണ. 39 വാർഡുകളിൽ 37 CPM-ഉം 2 CPI-യും മത്സരിക്കും. സീറ്റ് വേണമെന്ന മറ്റ് ഘടകകക്ഷികളുടെ ആവശ്യം തള്ളി. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ UDF-ലെ സീറ്റ് തർക്കം പരിഹരിക്കാൻ ആയില്ല. 8 സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് ലീഗ്. UDF-ൽ സീറ്റ് ചോദിച്ച് CPM വിമതരും. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടത് വലത് മുന്നണികൾ. ശ്രീകൃഷ്ണപുരം മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി BJP.
മാരായമംഗലത്ത് നടന്നുവന്ന ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. അവസാന ദിനം ആവേശം പകർന്ന് തിരുവാതിരക്കളിയും നാടൻപാട്ടും വഞ്ചിപ്പാട്ടും ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ. മണ്ണാർക്കാട് കരിമ്പയിൽ കാട്ടാനകളുടെ താണ്ഡവം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിച്ചു. വീട്ടുമുറ്റത്തുവരെ എത്തി ആന ഭീതി പരത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.